ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് IELTS സ്പീക്കിംഗ് പാർട്ട് 1ന് എങ്ങനെ മികച്ച ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യാമെന്നാണ്. IELTS സ്പീക്കിംഗ് അസസ് ചെയ്യുന്നത് 4 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ്. ഈ 4 ക്രൈറ്റീരിയയും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് ഏത് ബാൻഡ് സ്കോർ ആണോ ആവശ്യം ആ ബാൻഡ് സ്കോറിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ 4 ക്രൈറ്റീരിയകൾക്കും മാർക്ക് ലഭിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കൊരു 7 ബാൻഡ് സ്കോർ ആണ് വേണ്ടതെങ്കിൽ 7 ബാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഗുഡ് യൂസർ എന്നാണ്. അപ്പോൾ നിങ്ങളൊരു ഗുഡ് യൂസർ ആണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ആൻസേഴ്സ് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ക്രൈറ്റീരിയകൾ. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫ്ലുവൻസി ആൻഡ് കൊഹിറൻസ് എന്നാണ്. എന്താണ് ഫ്ലുവൻസി? നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ചിന്തിക്കാനും ചിന്തിക്കുമ്പോൾ തന്നെ സംസാരിക്കാനും സാധിക്കുക എന്ന് പറയാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഫോറിൻ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കുറേ നേരം ചിന്തിച്ചിരിക്കുന്നു, അതിനുശേഷം ഒരു ബ്രേക്ക് എടുത്തിട്ട് സെൻറ്റൻസുകൾ കൺസ്ട്രക്റ്റ് ചെയ്ത് സംസാരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഫ്ലുവൻസി തീരെ കുറവാണെന്ന് പറയാം. എപ്പോഴാണ് ഫ്ലുവൻസി കൂടുതലുള്ളത്? നിങ്ങൾ മലയാളം സംസാരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ സംസാരിക്കുകയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്നു. ആ രീതിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു ഗുഡ് യൂസറിനുള്ള ഫ്ലുവൻസി നിങ്ങൾക്കുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുകയും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് അതിനെ പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്ന് വരുമ്പോൾ നമ്മുടെ ആൻസർ അല്പം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഫ്ലുവൻസി ഉള്ളതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നിങ്ങൾ ആൻസേഴ്സ് പറഞ്ഞു നോക്കുക, നിങ്ങൾക്ക് ഫ്ലുവൻസി നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ടോ. അതിൽ തന്നെയുള്ള മറ്റൊന്നാണ് കൊഹിറൻസ് എന്ന് പറയുന്നത്. കൊഹിറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ആശയങ്ങളെയും ഇൻഫർമേഷനെയും യോജിപ്പിച്ച് മറ്റൊരാൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ്. അപ്പോൾ മറ്റൊരാൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഐഡിയകൾ പറയുന്നു, നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, അയാൾക്ക് വ്യക്തമാക്കി കൊടുക്കാനായിട്ട് ധാരാളം ഇൻഫർമേഷൻ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നു. ഇതിനെ കൃത്യമായി ചിട്ടയായി ഓർഗനൈസ് ചെയ്ത് പറയുന്നതാണ് കൊഹിറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലുവൻസിയും കൊഹിറൻസും മികച്ച രീതിയിലാക്കാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് ലെക്സിക്കൽ റിസോഴ്സ് ആണ്. നമ്മളൊരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഉചിതമാകുന്ന വാക്കുകളും വാക്കുകളുടെ കോമ്പിനേഷനുകളും നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിവുണ്ടോ, അതൊരു ഇംഗ്ലീഷ് സ്പീക്കർ ഉപയോഗിക്കുന്ന കൺവെൻഷനിൽ പെടുന്ന വാക്കുകളും വാക്കുകളുടെ കോമ്പിനേഷനുമാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമതായി ഗ്രമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി എന്നുള്ളതാണ്. നിങ്ങളൊരു ഗുഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾ ഒരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള സെൻറ്റൻസ് സ്ട്രക്ചറുകളും സെൻറ്റൻസ് കോമ്പിനേഷനുകളും ഒക്കെ നിങ്ങൾക്കും ഫ്ലെക്സിബിളായും അനായാസമായും സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രമാറ്റിക്കൽ റേഞ്ചും അതിൻ്റെ ആക്യുറസിയും ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അവസാനമായി പ്രൊനൗൺസിയേഷനാണ്. പ്രൊനൗൺസിയേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഭയമൊന്നും വേണ്ട. ഒരു സാധാരണ ഇന്ത്യൻ ഇംഗ്ലീഷ് യൂസർ ഏത് പ്രൊനൗൺസിയേഷനിലാണോ സംസാരിക്കാൻ സാധ്യതയുള്ളത് അതിൽ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷേ നിങ്ങളുടെ മദർ ടങ് ഇൻഫ്ലുവൻസ് തീരെ കുറവായിരിക്കണമെന്ന് മാത്രം. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു മലയാളിയാണോ അതോ നിങ്ങൾ മറ്റേതെങ്കിലും ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്ന് വന്ന ഒരാളാണോ എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത തരത്തിൽ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയായിരിക്കണം. വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ, നമ്പറുകളുടെ പ്രൊനൗൺസിയേഷൻ, സെൻറ്റൻസിൻ്റെ ആകെയുള്ള പ്രൊനൗൺസിയേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 4 ക്രൈറ്റീരിയമാണ് നമ്മൾ നല്ല ഒരു ആൻസർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. IELTS.org എന്ന് പറഞ്ഞ സൈറ്റിൽ അല്ലെങ്കിൽ IDPയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്രൈറ്റീരിയയും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും കിട്ടുന്നതായിരിക്കും. ആ ഡിസ്ക്രിപ്ഷനുകൾ വായിക്കുകയും അതിന് ഉചിതമാകുന്ന തരത്തിൽ ആൻസറുകൾ പ്രിപ്പയർ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാം. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് വെയർ ഡു യു കം ഫ്രം എന്ന് ചോദിക്കുകയാണ് എന്നിരിക്കട്ടെ. നിങ്ങൾക്ക് എങ്ങനെ മികച്ച ഒരു ആൻസർ പറയാൻ സാധിക്കും? നിങ്ങൾ പറയുന്ന ഇപ്പോൾ സാധാരണ ഒരു ആൻസർ എന്ന് പറയുന്നത് ഐ കം ഫ്രം ആലുവ എന്നാണെന്നിരിക്കട്ടെ. അപ്പോൾ അതൊരു ലിമിറ്റഡ് ആൻസർ ആയിട്ട് പോകും. അതുമാത്രമല്ല അവിടെ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സെൻറ്റൻസ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിൽ അതിനെ ഒന്ന് മികച്ച ആൻസർ ആക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ആൻസറിനെ ഫർദർ ഡെവലപ്പ് ചെയ്യണം. പക്ഷേ അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ആൻസറിൽ കടന്നു വരാൻ പാടില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ കടന്നു വരാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ സ്ഥലം കട്ടപ്പനയാണ്. കട്ടപ്പനയിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നോടൊരാൾ ചോദിക്കുകയാണ് വെയർ ഡു യു കം ഫ്രം?
അപ്പോൾ എനിക്ക് എങ്ങനെ ആൻസർ പറയാൻ സാധിക്കും? എനിക്ക് പറയാൻ സാധിക്കും ഐ കം ഫ്രം കട്ടപ്പന വിച്ച് ഈസ് ഇൻ ഇടുക്കി ഡിസ്ട്രിക്റ്റ്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരമാണ്. ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങൾ പെടുന്നുണ്ട്. ഒന്ന്, ഐ കം ഫ്രം കട്ടപ്പന എന്ന് പറയുമ്പോൾ ഞാൻ ഏത് സ്ഥലത്തുനിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വിച്ച് ഈസ് ഇൻ ഇടുക്കി ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ ഈ കട്ടപ്പന എവിടെയുള്ള സ്ഥലമാണ് എന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഇത് വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ആൻസറാണ്. എന്നാൽ ചില കാൻഡിഡേറ്റ്സ് എപ്പോഴും പറയാറുള്ളത് ഐ കം ഫ്രം കട്ടപ്പന വിച്ച് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. വിച്ച് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് നമ്മളിവിടെ ആഡ് ചെയ്യുമ്പോൾ ആ ഇൻഫർമേഷൻ കൊണ്ട് കേൾക്കുന്ന ആർക്കും തന്നെ പ്രയോജനമില്ല. ഈ കട്ടപ്പന എവിടെയാണെന്ന് അറിയത്തില്ലാത്ത ഒരാൾക്ക് ആ ഉത്തരം സഹായിക്കുകയുമില്ല. അപ്പോൾ അനാവശ്യമായിട്ട്, കാരണം ഏതൊരു നാട്ടിലുള്ള ഒരാൾക്കും അയാളുടെ നാട് ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാൻ സാധിക്കും. പക്ഷേ ആ പറയുന്ന ഉത്തരത്തിന് ലിസണർക്ക് പുതിയൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ലോജിക്കലായിട്ടുള്ള ഒരു ഉത്തരം പറയാനും ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ സംസാരിച്ചതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒന്ന്, എങ്ങനെ ഒരു ആൻസറിനെ ഡെവലപ്പ് ചെയ്യാം. ഒരു പ്ലേസിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ഒരു നല്ല ലാൻഡ് മാർക്ക് പറയുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കട്ടപ്പന ഇടുക്കി ജില്ലയിലാണ് എന്നെനിക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഞാൻ തമിഴ്നാട്ടിലോ മറ്റോ ആണ് പോയി എക്സാം എഴുതുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു എക്സാമിനർക്ക് ഒരു പക്ഷേ ഇടുക്കി ജില്ല എന്നൊരു ജില്ല കേരളത്തിലുണ്ടെന്ന് അറിയണമെന്നില്ല. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പൊതുവെ കേരളത്തിന് പുറത്തുള്ള ആളുകൾക്ക് അറിയാൻ സാധ്യതയുള്ള ചില ലാൻഡ്മാർക്കുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ കട്ടപ്പന എന്ന് പറയുന്ന പ്ലേസ് തേക്കടിക്ക് അടുത്തുള്ള പ്ലേസ് ആണ്. തേക്കടി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സെൻ്റർ ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ മികച്ച രീതിയിൽ പറയാൻ സാധിക്കും? ഐ കം ഫ്രം കട്ടപ്പന വിച്ച് ഈസ് നിയർ ടു തേക്കടി പെരിയാർ ടൈഗർ റിസർവ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തതയുള്ള ആൻസർ അവിടെ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ രീതിയിൽ ലോജിക്കൽ ആയിട്ടുള്ള ആൻസേഴ്സ് പറയാനായിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന്, ലെക്സിക്കൽ റിസോഴ്സ് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആൻസറിൽ തന്നെ അതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഗ്രാമാറ്റിക്കൽ റേഞ്ച് കൂടുതലാണ്. അതിൻ്റെ ആക്യുറസിക്കും എനിക്ക് മാർക്ക് കിട്ടും. ഇനിയുള്ളതാണ് ലെക്സിക്കൽ റിസോഴ്സ് എന്ന് പറയുന്നത്. ലെക്സിക്കൽ റിസോഴ്സ് ഉചിതമായ രീതിയിൽ ഉപയോഗിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്ലീസ് ഡിസ്ക്രൈബ് യുവർ ഫാമിലി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു കാൻഡിഡേറ്റ് പറയാൻ സാധ്യതയുള്ളത് ഐ കം ഫ്രം എ ഫാമിലി ഓഫ് 5 മെമ്പേഴ്സ്, അല്ലെങ്കിൽ ഐ ബിലോങ് ടു എ ഫാമിലി ഓഫ് 5 മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് മൈ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, അല്ലെങ്കിൽ മൈ ഫാദർ ഈസ് ആൻ എംപ്ലോയി വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് ഫേം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞു പോകുന്നതിനേക്കാൾ ഉചിതം അതിൻ്റെ ലെക്സിക്കൽ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മികച്ച രീതിയിൽ പറയുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ പല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഐ എം ഫ്രം എ ന്യൂക്ലിയർ ഫാമിലി എന്നെനിക്ക് പറയാൻ സാധിക്കും. കാരണം എൻ്റെ ഫാമിലിയിൽ വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ആ ഫാമിലി ഡിസ്ക്രൈബ് ചെയ്യുക എങ്ങനെയാണ്? ന്യൂക്ലിയർ ഫാമിലി എന്നാണ്. നിങ്ങളുടെ ഫാമിലി കുറച്ചുകൂടി വലിയൊരു ഫാമിലിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ എം ഫ്രം ആൻ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയാം, അല്ലേ? അല്ലെങ്കിൽ ഐ എം ഫ്രം എ വെരി ബിഗ് ഫാമിലി എന്ന് നിങ്ങൾക്ക് പറയാം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ സൈസിനെയാണ് അവിടെ കാണിക്കുന്നത്. രണ്ടാമതായിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ കൾച്ചർ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഐ ആം ഫ്രം എ ഫാമിലി വിത്ത് മോഡേൺ ഔട്ട്ലുക്ക് എന്ന് നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ഐ ആം ഫ്രം എ ട്രഡീഷണൽ ഫാമിലി എന്ന് പറയാം. ഐ ആം ഫ്രം ആൻ ഓർത്തഡോക്സ് ഫാമിലി എന്ന് നിങ്ങൾക്ക് പറയാം. ഈ രീതിയിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഫാമിലിയുടെ ഒരു കൾച്ചറൽ വാല്യൂസ് എങ്ങനെയാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്. ഇപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഐ ആം ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി. അല്ല, നിങ്ങളൊരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി എന്നാണ് വരുന്നതെങ്കിൽ ഐ ആം ഫ്രം ആൻ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി നിങ്ങൾക്ക് പറയാൻ സാധിക്കും, അല്ലേ? അപ്പോൾ ഈ രീതിയിൽ ഇവിടെ 3 ആംഗിളിൽ നമ്മൾ ഉത്തരങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. ഒന്ന്, നിങ്ങളുടെ ഫാമിലിയുടെ സൈസ്. 2, നിങ്ങളുടെ ഫാമിലിയുടെ കൾച്ചർ. 3, നിങ്ങളുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയാൻ സാധ്യത ഐ ആം ഫ്രം എ ന്യൂക്ലിയർ ഫാമിലി എന്നായിരിക്കും. അതിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുകയാണ് ഐ ആം ഫ്രം എ ന്യൂക്ലിയർ മിഡിൽ ക്ലാസ് ഫാമിലി. അല്പം കൂടി ഞാൻ ഡെവലപ്പ് ചെയ്യുകയാണ് ഐ ആം ഫ്രം എ ന്യൂക്ലിയർ മിഡിൽ ക്ലാസ് ഫാമിലി വിത്ത് മോഡേൺ ഔട്ട്ലുക്സ്. അപ്പോൾ നിങ്ങളുടെ ഉത്തരം കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് മീനിങ് കൺവേ ചെയ്യുന്നതായി, കുറച്ച് നല്ല ലെക്സിക്കൽ റിസോഴ്സ് അവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് പറയാം. ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ എന്നൊക്കെ പറയുന്നതിന് പകരം മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് മൈ പേരൻസ് എന്ന് നിങ്ങൾക്ക് ചുരുക്കി പറയാം. മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് മൈ പേരൻസ്, മൈ സിബ്ലിങ്സ്. ഇനി നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് മൈ പേരൻസ്, മൈ സ്പൗസ് ആൻഡ് മൈ ചൈൽഡ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും ഡയറക്റ്റ് ആയിട്ടും പ്രിസൈസ് ആയിട്ടും തന്നെ നിങ്ങൾക്കിത് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ലെക്സിക്കൽ റിസോഴ്സ് കൃത്യമായി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്ത് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. പ്ലീസ് ഡിസ്ക്രൈബ് യുവർ ഫാമിലി എന്ന് ചോദിച്ചാൽ ഐ ആം ഫ്രം എ ന്യൂക്ലിയർ മിഡിൽ ക്ലാസ് ഫാമിലി വിത്ത് മോഡേൺ ഔട്ട്ലുക്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് മൈ പേരൻസ്,
മൈ സ്പൗസ് ആൻഡ് മൈ ചൈൽഡ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ലെക്സിക്കൽ റിസോഴ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്ലുവൻസിയും കൊഹിറൻസും നിലനിർത്തേണ്ടതെന്നും കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് കൊണ്ടുവരേണ്ടതെന്നും. കൂടുതൽ ഉദാഹരണങ്ങളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു. Nidus Academy, India's #1 language academy.